മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ തൊഴിലാളികൾ ഭീതിയിലാണ്. 70 ഏക്കറിൽ ക്യാമറയും കൂടും സ്ഥാപിച്ചെങ്കിലും കൂട്ടിൽ കടുവ കുടുങ്ങിയിട്ടില്ല. റാവുത്തൻകാട്ടിൽ ക്യാമറയും കൂടും സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പറമ്പിൽ പോകാനുള്ള ഒരു പേടിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാല് മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ളത്. ഇപ്പോ ഈ 50 ഏക്കറിന്റെയും 70 ഏക്കറിന്റെയും മുകളിലായിട്ട് ഈ സാധനം ഉണ്ട്. അതിൽ യാതൊരു സംശയമല്ല. അത് അലർന്നുണ്ട്, ആ ശബ്ദം കേൾക്കണുണ്ട്. അപ്പൊ എന്താണ് ഇപ്പൊ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്ത് തന്നെ വന്നാലും ഈ സാധനത്തിനെ ഒന്ന് പിടിക്കണം. അത് കൂട് വെച്ച് പിടിക്കണം. ഇപ്പോഴാണെങ്കിലോ കൂട് റോഡ് സൈഡിൽ വെക്കേണ്ട കാര്യമല്ല. ഞാനൊക്കെ എൻ്റെ പറമ്പിൽ കൂടെ മൊത്തം റോഡ് വെട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഈ സാധനം കൂട് കൊണ്ടുപോയി വെക്കാനുള്ള സാഹചര്യം ഇപ്പം ഉണ്ട്. അതിനുള്ള സൗകര്യമുണ്ട്. ഇനി ഇവർക്ക് വെക്കാൻ കഴിയൂലെങ്കിൽ ആ സാധനം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ കൊണ്ടുപോയിക്കാണ്ട് അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതിൽ യാതൊരു സംശയമല്ല. അപ്പൊ എന്ത് തന്നെ വന്നാലും ഇത് കഴിഞ്ഞ പ്രാവശ്യത്തതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ പിടിച്ചിട്ടേ ഇത് അടങ്ങുള്ളൂ. അതാണ് ഇപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ എന്ത് വില കൊടുത്താലും ഈ സാധനത്തിനെ പിടിക്കൽ നിർബന്ധമാണ്. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ജീവിക്കണം, ജോലിക്കാർക്ക് ജോലി ചെയ്യണം. ഇതെല്ലാം അത്യാവശ്യമാണ്. ഇതൊന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അതിന് ഉടനെ അടി എന്താണ് വേണ്ടതെന്ന് വെച്ചാല് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണം. ഫോറസ്റ്റുകാർ അതിന് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. കഴിഞ്ഞ വർഷം ജൂലൈ 6-നാണ് സുൽത്താന എസ്റ്റേറ്റിൽ വെച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. ഈ കടുവ നേരത്തെ റാവുത്തൻകാട്ടിൽ തൊഴിലാളിയെ കൊന്ന കടുവയല്ല എന്ന് നാട്ടുകാർ അന്നേ പറഞ്ഞിരുന്നു. ഇനിയൊരു അപകടമുണ്ടാകാൻ ഇടവരുത്താതെ റാവുത്തൻകാട്ടിൽ കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാമെന്ന് നാട്ടുകാർ പറയുന്നു. തോട്ടമുടമകളുടെ പ്രതിനിധി ഇ നസീർ കാളികാവ് ഡെപ്യൂട്ടി റേഞ്ചറെ കണ്ട് നേരിൽ കാര്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം കൂട് വെക്കുന്നതിന് മുൻപ് കടുവയെ കണ്ട സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുകയും കടുവയുടെ ചിത്രം ക്യാമറയിൽ പതിയുകയും വേണം. പിന്നീട് വനംവകുപ്പിന്റെ അനുമതിയും DFOയുടെ തുടർ നടപടികൾക്കും ശേഷമേ കൂട് വയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.